ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സാധാരണ ഡേ മൈ ലൈഫ് കുക്കിംഗ് ഒന്നുമല്ല. എൻ്റെ അടുത്തുള്ള അകാരോൻ്റെ പ്രൊഡക്റ്റുകളും അതിൻ്റെ ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂവും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പം ഈ പ്രൊഡക്റ്റുകളൊക്കെ തന്നെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതല്ല, എനിക്ക് പ്രൊമോഷന് വേണ്ടിയിട്ട് അയച്ചു തരുന്നതാണ്. അത് വിചാരിച്ചിട്ട് ഞാൻ വെറുതെ പറയല്ല, ഉള്ളത് സത്യമായിട്ട് തന്നെ പറഞ്ഞുതരാം കേട്ടോ. അപ്പം പ്രൊമോഷന് വേണ്ടി നോണ പറഞ്ഞിട്ടൊന്നും ഞാൻ ചെയ്യല്ല. ഇത് ഓൽക്കായിട്ട് ഞാൻ ചെയ്യുന്ന പ്രൊമോഷൻ വീഡിയോയും അല്ല. എൻ്റെ അടുത്തുള്ള പ്രൊഡക്റ്റുകൾ ഞാൻ കുറച്ചൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് കുറച്ചൊക്കെ ആയതൊക്കെ എങ്ങനെ ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാമല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ വാങ്ങിക്കും ചെയ്യാം. ആദ്യമായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബിരിയാണി പോട്ടാണ് കേട്ടോ. ഞാൻ ബിരിയാണി നെയ്ച്ചോറും ഒക്കെ വെക്കല് ഇതിലാണ്. നിങ്ങൾ ഒരുപാട് കണ്ടു മടുത്തിട്ടുണ്ടാവും ഈ ഒരു പോട്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, നല്ല കട്ടില്ല ട്രിപ്പിൾ ലെയർ കോട്ടിംഗ് ഒക്കെ വരുന്ന അടിപൊളി സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ. ഇതിലൊക്കെ ഇപ്പോഴും നമുക്ക് കണ്ണാടി പോലെ മുഖം വെട്ടിത്തിളങ്ങി കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇത് ഒരു 4.5 ലിറ്ററിൻ്റെ ഒക്കെ ആ ഒരു രീതിയിൽ വരുന്ന ഒരു പോട്ടാണ് കേട്ടോ. അത്യാവശ്യം ഒരു 1 കിലോൻ്റെ അരിയൊക്കെ വേവുണ്ടാവും മിക്കവാറും കേട്ടോ. ഞാൻ 1 കിലോന് ഇതുവരെ വെച്ച് നോക്കിയിട്ടില്ല. പിന്നെ ബിരിയാണിക്ക് ദമ്മിടുമ്പോൾ കറക്റ്റ് ആ ഒരു അടുപ്പൊക്കെ ആവിയൊന്നും പോകാതെ അമർന്ന് കിടക്കും കേട്ടോ. ഞാനിത് ഇങ്ങനെ ഈ ഒരു രീതിയിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിനി ഇതിൻ്റെ ആവിയൊക്കെ പോകുമോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിലും. നല്ല കട്ടിങ്ങാനുള്ള പാത്രമാണ്, പക്ഷെ നല്ല ക്വാളിറ്റിയിൽ നല്ല അടിപൊളി പാത്രമാണ് കേട്ടോ. ഓരോന്നിൻ്റെയും വിലയൊന്നും ഞാൻ പറയണില്ല, ചിലപ്പോൾ അന്നത്തെ വില ഒന്നും ആവില്ല ഇന്ന്. പിന്നെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഒരു 1800 ആ റേഞ്ചിലൊക്കെ ആയിക്കാരം. രണ്ടാമതായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു വലിയൊരു ഫ്രൈ പാനാണ് കേട്ടോ. ഇതിനും ലിഡൊക്കെ ഉണ്ട്. ഇതിൻ്റെയും മറ്റേൻ്റെയും ലിഡ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറും. കുറച്ച് ദിവസമായി ഞാനിത് എടുത്തിട്ട്, അതാണ് ഇതിമ്പോൾ പൊടിയൊക്കെ കാണുന്നത് കേട്ടോ. കാര്യമാക്കണ്ട, ഞാൻ എടുക്കുമ്പോൾ അത് കഴുകിയിട്ടേ ഉപയോഗിക്കുള്ളൂ. ഇതിന് 2 പിടുത്തൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു ഇനി എന്തിനാ അപ്പം ഇതിനൊക്കെ 2 പിടുത്തം, ഒരൊറ്റ പിടുത്തം പോരെ എന്നുള്ളത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതിനും അതേപോലെ തന്നെ 3 ലെയർ കോട്ടിങ് ഉണ്ട്. അതാണ് ഇത് ഇത്ര കട്ടിക്ക് വരുന്നത് കേട്ടോ. ഇതിന് നമ്മൾ ഒറ്റക്ക് ഇങ്ങനെ പിടിച്ചുമ്പോൾ തന്നെ നല്ല കനമുണ്ട് സാധനം. പക്ഷേ ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാക്കി പിടിക്കുമ്പോൾ ഒറ്റ കയ്യിൽ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഇനി 2 ഹാൻഡിലൊക്കെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. മൂന്നാമത്തെ സാധനം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് എനിക്ക് കിട്ടിയ ഒരു സാധനമാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഈ സാധനം ഉണ്ടല്ലോ, ഈ ഒരു ഇതിൻ്റെ ഒരു പച്ച കളറൊക്കെ കണ്ട് ഭയങ്കര അട്രാക്ഷൻ തോന്നിയൊരു സാധനമാണ് ഈ ഒരു കെറ്റിൽ. ഞാൻ വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസിലൊക്കെ അത് ഒരു പ്രൊമോഷനായിട്ട് ചെയ്യുന്നതും ഒരു സാധാരണ ഡെയിലി ലൈഫ് കുക്കിങ്ങിലൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് കൊതി തോന്നിയിട്ടുണ്ട് അതിൻ്റെ സാധനം. ഇനി കേട്ടോ അന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചിനി ഞാൻ പുതിയ പേരിക്ക് കയറുമ്പോൾ എനിക്ക് ഇതേപോലെ കിട്ടും എന്നെൻ്റെ മനസ്സിൽ എന്തോ ഒരു ആഗ്രഹം വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഞാൻ അന്ന് നമ്മളവിടെ വയറിങ് ചെയ്ത ആളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കിച്ചൺ കൗണ്ടർ ടോപ്പിൽ 3 പ്ലഗ് വേണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം അയാൾ എന്നോട് ചോദിച്ചു എന്തിനാണ് ഈ 3 എണ്ണം? 1 പോരാ, എനിക്ക് മിക്സി വർക്ക് ചെയ്യിക്കാനല്ലേ എന്ന്. ഞാൻ പറഞ്ഞു അതൊന്നും പോരാ, എനിക്ക് 3 എണ്ണം വേണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ കുഞ്ഞുട്ടിയും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ് 3 എണ്ണം? അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒക്കെ കിട്ടിയാൽ വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഞാനങ്ങനെ ഒന്ന് വെറുതെ പറഞ്ഞു. എന്നാൽ പിന്നെ എൻ്റെ ആഗ്രഹം പോലെ ആവട്ടെ എന്ന് കുഞ്ഞുട്ടിയും പറഞ്ഞ് അങ്ങനെ 3 പ്ലഗ് വെച്ചിട്ടുണ്ടേനി കേട്ടോ. ഞാനൊന്നിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടേനി ഓലിങ്ങനെ കൗണ്ടർ ടോപ്പുമ്പോൾ ഇങ്ങനെ ഈ ഒരു പാത്രങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ച് കാണുമ്പോഴേ എനിക്കൊരു ഭയങ്കര ഒരു കൊതിയേനി കേട്ടോ. പക്ഷേ ചിലപ്പോൾ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് പഠിച്ചാൽ അത് എനിക്ക് പെട്ടെന്ന് സാധിപ്പിച്ച് തന്നതായിരിക്കാം. ഇതൊരു നമ്മൾ ഇതിലേക്ക് കയറിയിട്ട് ഒരു 6 മാസം ആവണതിന് മുന്നേ തന്നെ ഈ പ്രൊഡക്റ്റിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടേനി കേട്ടോ. അന്ന് മുതൽ ഇന്ന് വരെ എനിക്കിത് എക്സൈറ്റ്മെൻറ്റിലൊരു സാധനമാണ് ഇത്. ഇപ്പം ഞാൻ കൗണ്ടർ ടോപ്പുമ്പിലൊന്നും വെക്കാത്ത എന്താ വെച്ചാൽ സെനിക്കുട്ടിനെ പേടിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഓരോ സാധനങ്ങളും നമുക്ക് കാണാം. ആദ്യം തന്നെ ആ സ്റ്റീം ചെയ്യണ പാത്രമാണ് ഉള്ളത് കേട്ടോ. ആ പാത്രം അല്ലെങ്കിൽ നമുക്കതിങ്ങനെ അടച്ചു വെച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കുകയും ചെയ്യാം. ഇത് നമ്മൾ സാധാ കെറ്റിൽ പോലെ തന്നെ, മൾട്ടി കെറ്റിൽ എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. ഇതിൻ്റെ ബേസൊക്കെ ശരിക്കും നമ്മൾ ആ കെറ്റിലിൻ്റെ ആ ഒരു പോലെ തന്നെയാണ് കേട്ടോ. കെറ്റിൽ തന്നെയാണ് സംഗതി. അതിന്ന് ഒന്ന് ചെറുതായിട്ട് വികസിപ്പിച്ചിട്ടെടുത്ത്
നമുക്ക് പല പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇതിന്റെ രൂപകൽപ്പന. അപ്പൊ ഇതിന്റെ അടിഭാഗത്ത് വെള്ളം ആക്കാൻ പറ്റൂല. പിന്നെ ഇതിന്റെ കൂടെ കുറേ സാധന സാമഗ്രികളുണ്ട്, നമുക്കിത് പല രീതിയിലും ഉപയോഗിക്കാം. പിന്നെ ഇതിലുണ്ടല്ലോ നമ്മൾ എണ്ണ ഒഴിച്ച് കടുകിടുക അങ്ങനത്തെ, അല്ലെങ്കിൽ എന്തെങ്കിലും ചിക്കനോ മീനൊക്കെ വറുക്കുക, അങ്ങനത്തെ പരിപാടികൾ നടക്കൂല. നമുക്ക് നൂഡിൽസ്, പാസ്ത, അതേപോലെ റൈസ് അങ്ങനത്തെ ഒക്കെ വേവിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒക്കെ പറ്റും കേട്ടോ. അധികം വെള്ളം വറ്റാണ്ട് നോക്കിയാൽ മതി. വറ്റിയ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് കെറ്റിൽ അങ്ങോട്ട് ഓഫ് ആവും, ഓവർ ഹീറ്റ് ആയിട്ട് കേട്ടോ. പിന്നെ ഇതിനിങ്ങനെ ഒരു സ്റ്റീലിൻ്റെ റാക്ക് ഉണ്ട്. ആ റാക്ക് വെച്ചിട്ട് നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും കേക്കോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് അങ്ങനത്തെ ആ സ്റ്റീം ചെയ്യാനുള്ള ബൗള്. ഇതിൽ നമുക്ക് എന്തെങ്കിലും വല്ല പുഡിങ്ങോ അല്ലെങ്കിൽ ഇഡ്ഡലിയോ അല്ലെങ്കിൽ വല്ല വട്ടയപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഞാൻ ആ പറഞ്ഞ കാര്യം തള്ളാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട, ശരിക്കും ഞാൻ അങ്ങനെ ആഗ്രഹിച്ചത് തന്നെ കേട്ടോ. പക്ഷെ ഞാനത് ആരടുത്തും പറഞ്ഞിട്ടുണ്ടായില്ല. കുഞ്ഞുട്ടിൻ്റെ അടുത്തും ഇമ്മാൻ്റെ അടുത്തും ഒക്കെ അങ്ങനത്തെ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. കാരണം ചിലപ്പോൾ ഞാനിങ്ങനെ പബ്ലിക്കിലൊന്നും വന്ന് പറഞ്ഞ അഥവാ എനിക്കതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അത് ഒരു ഇടങ്ങേറും ഇതൊക്കെ അല്ലേ. ഇതിന്റെ കൂടെ ഇങ്ങനെ മുട്ട പുഴുങ്ങിയെടുക്കണ ഒരു സാധനം കൂടി ഉണ്ട് കേട്ടോ. ഈ ചെറിയ ഹോൾസിലൊക്കെ ഞാൻ കാടമുട്ട വെച്ചിട്ടും പുഴുങ്ങിയെടുക്കലുണ്ട്. അങ്ങനെ ഒരു പൊന്തലുണ്ടായതുകൊണ്ട് ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് കുറച്ചൊന്ന് പൊന്തി നിൽക്കും. എന്നിട്ട് പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് മുട്ടയും വെച്ചിട്ട് ഒക്കെ സെറ്റാക്കാം. ഇത് പിന്നെ സ്റ്റീം ചെയ്യാൻ മാത്രമുള്ള സാധനമാണ്. അത് സ്റ്റീം ചെയ്യേണ്ടി വരുമ്പോൾ എടുക്കാം, അല്ലെങ്കിൽ നമുക്കതില്ലാതെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ടും ഇതേപോലെ അടുപ്പടിച്ചെടുക്കുക, വേവിച്ചെടുക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ പറ്റും കേട്ടോ. ഇത് ജനിക്കുട്ടനെ പേടിച്ചിട്ടാണ് ഞാനിതൊക്കെ മേലെ റാക്കുമ്മിൽ വെക്കണത് കേട്ടോ. ഇതെനിക്ക് കൗണ്ടർ ടോപ്പിൻ്റെ ഒരു മൂലയ്ക്ക് വെക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആഗ്രഹിച്ച കൊണ്ട് പഠിച്ചാൽ ചിലപ്പോൾ എനിക്ക് എത്തിച്ചു തന്നത് ഈ കേട്ടോ. ഇതിന് എല്ലാ പ്രൊഡക്റ്റും ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇപ്പം അടുത്തിൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ട് മടുത്തിട്ടുണ്ടാവും. കാരണം ഇതിൻ്റെ മുമ്പിട്ട് ഞാനൊരു 6-7 വീഡിയോയിൽ ഇത് വെച്ചിട്ട് പല 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 സാധനങ്ങൾ ഉണ്ടാക്കുന്നത് കാണിച്ചിരിക്കണേ. ഇത് ഒരു എഗ്ഗ് ബോയിലറാണ് കേട്ടോ. പല രീതിയിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇത് മുട്ട പുഴുങ്ങണ ആ ഒരു സാധനമാണ് കേട്ടോ. ഇതിനിങ്ങനെ വെള്ളം അളന്നു വയ്ക്കാൻ ഒരു കപ്പൊക്കെ ഉണ്ട്. അതിമിങ്ങനെ അളവ് കൊടുത്തിക്കണ്. മുട്ട സോഫ്റ്റ്, മീഡിയം, ഹാർഡ്, പിന്നെ സ്റ്റീം ചെയ്തെടുക്കാനുള്ളത്. പിന്നെ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു സൂചി പോലത്തെ ഒരു സാധനം ഉണ്ട്. അത് മുട്ടയ്ക്ക് ഒരു കുത്ത് കൊടുത്തുകൊണ്ടൊക്കെ അങ്ങനെ വേവിച്ചെടുക്കാൻ. ഞാനതുകൊണ്ട് കുത്താനൊന്നും നിൽക്കലില്ല. ഞാനിതിൽ വെള്ളം അളന്നു വയ്ക്കാൻ മാത്രമാണ് ഈ സാധനം ഉപയോഗിക്കല് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ കെറ്റിലിൻ്റെ സ്വിച്ച് കാണിച്ചു തരാൻ വിട്ടുപോയേ. ഇതാണ് കേട്ടോ അതിൻ്റെ ഓണും ഓഫും. പിന്നെ 2 സ്പീഡായിട്ട് അങ്ങനെ ഉപയോഗിക്കാനുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ആ ഒരു ബേസിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിന് മുകളിൽ ആ മുട്ടൻ്റെ പുഴുങ്ങണ സാധനം വെച്ച് കൊടുക്കുക. അങ്ങനെ പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് അതേപോലെ തന്നെ മുട്ട വേണമെങ്കിൽ അതിൽ നമുക്ക് പൊട്ടിച്ചിട്ട് വേവിച്ചെടുക്കാം, ഇഡ്ഡലി വേവിച്ചെടുക്കാം, പഴം വേവിച്ചെടുക്കാം, പുഡിങ് ഉണ്ടാക്കാം. അങ്ങനെ ആവിയിൽ വേവിക്കണ എന്തും നമുക്ക് അതിലുണ്ടാക്കിയെടുക്കാം. ഞാൻ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി ഇപ്പം അടുത്ത് കുറേ വീഡിയോയിൽ ഞാനത് കാണിച്ചിരിക്കണം കേട്ടോ. അപ്പം ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇനി ഇഡ്ഡലി തട്ടില്ല എന്തിനാണ് കഷ്ടപ്പെട്ട് അതിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അതെനിക്ക് അതിൽ ചെയ്യേണ്ട കുറച്ച് വീഡിയോസ് ഓൾക്ക് വേണ്ടിയിട്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് അതിൽ തന്നെ കഷ്ടപ്പെട്ട് അത് ചെയ്തത്. പിന്നെ വീഡിയോയിൽ അധികം കാണാത്ത ഒരാളാണ് ഇയാളെ ഞാൻ ഒരൊറ്റ വട്ടം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഒറ്റ വട്ടത്തിന് ഇയാൾ ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാളൊരു കംപ്ലൈൻ്റ് ആയി ഇരിക്കുകയാണ് കേട്ടോ. ഇത് ഒരു മിനി ചോപ്പറാണ്, പറ്റ ചെറുതാണ്. ഒരു സവോള നമുക്ക് ഇതിൽ കഷ്ടിയൊക്കെ ഇട്ടുകാണ്ട് അടിച്ചെടുക്കാം. പക്ഷേ ഒരു മീഡിയം സവോള, ഒരു വലിയ സവോളയാണെങ്കിൽ ഇതിൽ ചോപ്പ് ചെയ്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിക്കാരം. ഇതിൻ്റെ കുറച്ചും കൂടി വലിയ ചോപ്പർ കിട്ടാണ്ട് അത് വാങ്ങണമെങ്കിൽ വാങ്ങിക്കാം. ഇൻ്റെ ചോപ്പറിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിക് ചോപ്പറാണ്. ഇത് കുത്തിവെച്ചിട്ട് ഉപയോഗിക്കാനുള്ളതാണ്. ഫസ്റ്റ് ഒരൊറ്റ പ്രാവശ്യം മാത്രം എനിക്കൊരു ഫസ്റ്റില് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ഓൺ ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് അവസ്ഥ. ഇത് മേർന്ന് ഒച്ച ഉണ്ടാക്കാന്നല്ലാതെ സംഗതി ഈ ബ്ലേഡ് കറങ്ങണില്ല. ഒച്ചിമുളി ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ബ്ലേഡ് ഇറങ്ങിയാലല്ലേ ഇതിൽ വല്ലതും വിട്ടാൽ അത് അരിഞ്ഞു കിട്ടുള്ളൂ. അപ്പം ഇതിൻ്റെ എന്തെങ്കിലും ഒരു ചെറിയൊരു കംപ്ലൈൻറ്റ് ഇക്കാരം. പക്ഷേ ഇത്
എനിക്കങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല ഇത്, ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട്. പക്ഷേ ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ ഈ ഇങ്ങനത്തെ ചോപ്പർ ഉപയോഗിക്കണമുണ്ട് കേട്ടോ. അപ്പം എൻ്റെത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം. ഇതിൻ്റെ മോട്ടറിന് ഒരു കുഴപ്പമില്ല, അതുകൊണ്ടാണല്ലോ അപ്പോൾ ഇതിങ്ങനെ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ ബ്ലേഡ് കറങ്ങണില്ല, എന്തോ ഒരു അതും ഇതുമായിട്ട് ഘടിപ്പിക്കുന്ന എന്തോ ഒരു സുന പോയിട്ടുണ്ടാവും, അതായിരിക്കാം. അതുകൊണ്ട് ആണ് ഇതൊരൊറ്റ പ്രാവശ്യം മാത്രം ഞാൻ ഈ വീഡിയോക്ക് വേണ്ടി എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതെടുത്തിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ചിലരൊക്കെ കമൻറ്റിൽ ചോദിക്കലുണ്ട് ആ ചോപ്പർ എടുത്ത് അതിൽ ഉപയോഗിച്ചൂടെ എന്നുള്ളത്. ഇതുകൊണ്ടാണ് ഈ ചോപ്പർ ഞാൻ എടുക്കാത്തത് കേട്ടോ. അടുത്ത ആള് അട്ടത്ത് സുഖനിദ്രയിലായിരുന്ന ആളെ ഞാൻ പെട്ടിയോടക്കിന് പിടിച്ച് കൊണ്ടു നിൽക്കണം കേട്ടോ. ഇയാള് നമ്മളെ നോൽമ്പ് പണിക്ക് നനച്ചുളി പണിക്ക് ഇതിലെ പറന്നടിച്ച് പണിയെടുത്തിന് ആളാണ്. അത് കഴിഞ്ഞ ആള് കുറച്ച് കാലമായിട്ട് റെസ്റ്റിലാണ്. ഞാൻ ക്ലീനിങ്ങിന് എപ്പോഴും ഇയാൾ ഉപയോഗിക്കാറില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ അതിൻ്റെ പരിപ്പും തോലും ഒക്കെ ഇളക്കിയെടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതിനൊക്കെ ഭദ്രമായിട്ട് റാക്കിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതൊരു ഇലക്ട്രിക് സ്ക്രബ്ബറാണ്. ഇതിന് നമുക്ക് ഇങ്ങനെ കറണ്ടിന് പ്രവർത്തിപ്പിച്ചിട്ട് ഇതിനൊക്കെ കറണ്ടിന് കുത്തുന്ന ഇതുണ്ട് കേട്ടോ, കേബിള് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് പലതരത്തിലുള്ള ബ്രഷ് ഉണ്ട്. ആ ബ്രഷ് നമുക്ക് ഇതുപോലെ ഇതിൻ്റെ തുമ്പത്ത് വെച്ച് കൊടുക്കുക. പിന്നെ ഇങ്ങനെ മൂവ് ചെയ്ത് നമുക്ക് ശരിയാക്കി കൊടുക്കുക. പിന്നെ ഒരു 4 ഇതുപോലത്തെ സ്ക്രബ്ബറുകളുണ്ട്. അത് ഇതിങ്ങനെ ഈ ഒരു അതിൻ്റെ ഹെഡാണ് കേട്ടോ, അത് അതിമ്പോൾ വെക്കുക. പിന്നെ ആവശ്യമുള്ള സ്ക്രബ്ബർ വെച്ചിട്ട് നമുക്ക് പ്രവർത്തിപ്പിക്കാം. 1, 2 സ്പീഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ചാർജ് ചെയ്ത് ഉപയോഗിക്കാനും പറ്റുന്ന ഒരു സ്ക്രബ്ബറാണ് കേട്ടോ, ഇലക്ട്രിക് സ്ക്രബ്ബറാണ്. പിന്നെ അതിന് മാറാലൻ്റെ കോലൊക്കെ അല്ലേ, അതുപോലെ നമുക്ക് 2 എക്സ്റ്റൻഷൻ ഉണ്ട്. അത് വെച്ചിട്ട് അത് നീട്ടിയിട്ട് നമുക്ക് ഇങ്ങനെ നീട്ടി പിടിച്ചിട്ട് എവിടെയെങ്കിലും എത്താത്ത സ്ഥലം ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്യാൻ കുറച്ച് നീട്ടിയിട്ട് അങ്ങനെ ഉപയോഗിക്കാം. ഇതാണ് ചാർജ് ചെയ്യാനുള്ള സ്ഥലം. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തു. അത് കഴിഞ്ഞ് അതേപോലെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഞാൻ ആവശ്യമാകുമ്പോൾ എടുക്കലുണ്ട്. ആവശ്യം കഴിഞ്ഞാൽ സ്ക്രബ്ബറൊക്കെ ഉണങ്ങി വൃത്തിയായാൽ അയക്ക് അതേപോലെ എടുത്ത് ഈ പെട്ടി പൂട്ടിയിട്ട് കൊണ്ടുപോയി അട്ടത്ത് വെക്കും. അട്ടത്ത് എന്ന് പറയുമ്പോൾ റാക്കുമ്പോൾ കൊണ്ടുപോയി വെക്കലാണ് കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്. പിന്നെ ഇപ്പം അടുത്ത് ഒരു മാസം മുമ്പ്, ഒരു മാസം ആയിട്ടുണ്ടാവില്ല, ആ ഒരു സമയത്ത് വന്നതാണ് ഈ ഫാന്. ഇതൊരു ഇലക്ട്രിക് മിനി ഫാനാണ് കേട്ടോ, ചെറിയ ഫാന്. ഈ മേക്കപ്പ് ഒക്കെ ചെയ്യണോലില്ലേ, മുഖത്തേക്ക് ഇങ്ങനെ വയർക്കാതെക്കാനൊക്കെ പിടിച്ച് ഇങ്ങനെ ചെയ്യണതാണ് ഞാൻ ഈ ഫാന് വെച്ചിട്ടുള്ളത് കണ്ടിരിക്കണത് കേട്ടോ. പക്ഷെ ഇതുകൊണ്ട് പല ഉപകാരങ്ങളും ഉണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ഓഫീസിൽ പോകണവർക്ക്, ട്രാവൽ പോകണവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേണമെങ്കിൽ കിച്ചണിലൊക്കെ വെച്ചിട്ട്, നമ്മളധികം കിച്ചണിലാണല്ലോ ഉണ്ടാകുക, അപ്പം അങ്ങനത്തെ അങ്ങനെ ഉപയോഗിക്കാം. എന്താ ഈ ഒരു സ്ഥലത്ത് ഇവിടെ ഫോണൊക്കെ വെച്ചിട്ട് നമുക്ക് വല്ല വീഡിയോസും കാണണമെങ്കിൽ കാണാം. ഇതിനിങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചാൽ നമുക്കത് ഈ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലോ ജനലിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ട് നമ്മൾ പണിയെടുക്കും ചെയ്യാം. ഫാൻ അവിടെ ഓണാക്കി വെച്ചാലും മതി. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ ഫാൻ. ഇതും അടിപൊളിയാണ്, വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഈ ഫാന് വെച്ച് 2 ദിവസം മുന്നേ എൻ്റെ മക്കൾക്ക് ഒരു പരിപാടി ഉണ്ടായിന്. രാത്രി 2 മണിക്കൊരു കറണ്ട് പോക്ക് ഉണ്ടായിന് കേട്ടോ, 2 ദിവസം മുന്നേ ആയിട്ട്. അന്ന് കറണ്ട് പിന്നെ പോയാൽ പിന്നെ കൊതുകും ഈച്ചയുമായിട്ട് ഭയങ്കര ബഹളകാരം. അപ്പോൾ ഈ നിയമോള് പെട്ടെന്ന് നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓള് നീച്ചിട്ട് ഈ ഫാൻ ഓണാക്കി വെച്ച് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. നമ്മൾ വലിയവൾക്ക് അത് അത്ര പോസിബിൾ ആവൂല, കാരണം നമ്മൾ തലൻ്റെ ഭാഗത്ത് വെച്ചാൽ കാല് കൊതുക് കൊണ്ടുപോകും, കാലിൻ്റെ ഭാഗത്ത് വെച്ചാൽ തല കൊതുക് കൊണ്ടുപോകും. ഇത് ചെറുതും നമ്മൾ വലുതുമല്ലേ, കുട്ടികൾക്ക് തന്നെ ഉഷാറായിന് കേട്ടോ. ഓല അത് ഓണാക്കി വെച്ചിട്ട് കറണ്ട് വരുന്നവരെ ഓല അങ്ങനെ കിടന്നുറങ്ങി അഡ്ജസ്റ്റ് ആക്കിയിട്ടുണ്ടേനും. ആ ചോപ്പർ ഒഴികെ ബാക്കിയെല്ലാതും എനിക്ക് അടിപൊളി ക്വാളിറ്റി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. എനിക്കിതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ട് കുഴപ്പമൊന്നും തോന്നിയില്ല. പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആ പച്ച കളറിലുള്ള കെറ്റിലാണ് കേട്ടോ, കാരണം ഞാനത് ഒരുപാട് ആഗ്രഹിച്ചിട്ട് എനിക്ക് കിട്ടിയ ഒരു സാധനമാണത് കേട്ടോ. ചിലരൊക്കെ കമൻ്റായിട്ട് ചോദിക്കലുണ്ട് എനിക്ക് എങ്ങനെയാണ് ആകാരവൻ്റെ ആൾക്കാർ പ്രൊമോഷൻ തന്നെ, എനിക്ക് അധികം വ്യൂ ഒന്നും ഇല്ലല്ലോ എന്നുള്ളത്. അതിപ്പോൾ എനിക്കും അറിയില്ല കേട്ടോ, ഇന്നിങ്ങോട്ട് വന്ന് കോണ്ടാക്ട് ചെയ്തതാണ്. പക്ഷേ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഓൾക്ക് ഇഷ്ടമാണ്. അതുപോലെ ഇടയ്ക്ക് എന്നോട് വന്നിട്ട് യുവർ പ്രസൻറ്റേഷൻ ഈസ് ഗുഡ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജൊക്കെ ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ. അപ്പോൾ കൂടുതൽ വീഡിയോകളൊക്കെ ആയിട്ട് ഉടനെ വരാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.